ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രെഡ് ബൈറ്റ് ആണ്. ഒരു എഗ് ബ്രെഡ് ബൈറ്റ് എന്നാണ് പറയുക. ഇതൊരു സ്നാക്കായിട്ട് ബ്രെഡും മുട്ടയും വെച്ചിട്ട് ഒരു സ്നാക്കായിട്ട് കുഞ്ഞുങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റം ആണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ ഈ രണ്ടും ഒരുപോലെ വെച്ചിട്ട് ഇതിൻ്റെ നടുക്ക് ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്കൊന്ന് മുറിച്ചെടുക്കണം. ഇത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് കഴിക്കാനും നല്ല സ്വാദാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ബ്രെഡിൻ്റെ നടുക്കിലാണ് ഫില്ലിംഗ് ഒക്കെ വെക്കുന്നത്. മുട്ടയും അതുപോലെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടൊരു ഫില്ലിംഗ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ എത്ര ബ്രെഡാണ് നിങ്ങൾ എടുക്കുന്നത് അത്രയും നമ്മളിങ്ങനെ മേലേക്ക് വെച്ചിട്ട് നമ്മുടെ നല്ല അറ്റം കൂർത്തിട്ടുള്ള കത്തി വെച്ചിട്ട് ഇതുപോലെ നമുക്കൊരു സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെ നമുക്കതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള ആ ഉൾഭാഗം നമ്മൾ കളയുന്നൊന്നുമില്ല, നമുക്കത് ആവശ്യമുണ്ട്. നമ്മളതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ബട്ടർ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളമുള്ള ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. ബട്ടറൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ബ്രെഡിനൊക്കെ ഒരു പ്രത്യേക സ്വാദല്ലേ. അപ്പോൾ അതുകൊണ്ട് ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബട്ടറൊന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ. ഇനി അടുത്തത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വേണം. ഞാനിപ്പോൾ ഇവിടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ചെറിയ സവോള അരിഞ്ഞിട്ടും ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം കേട്ടോ. ക്യാരറ്റ് എടുക്കാം, അതുപോലെ നിങ്ങൾക്ക് സ്വീറ്റ് കോൺ ഉണ്ട്, സ്വീറ്റ് കോൺ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിവിടെ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പല കളറിലുള്ള ക്യാപ്സിക്കം 2 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ഒരു 2 ടേബിൾ സ്പൂണോളം ഉള്ള സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചെറുതായിട്ടാണ് നമ്മൾ അരിയേണ്ടത്. ഏറ്റവും ചെറുതായിട്ട് അരിയാൻ പറ്റും, അത്രയും നല്ലത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് എന്താ പറയുക, നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യാന്നൊക്കെ പറയില്ല, ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ. നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. പിന്നെ ഈ പച്ചക്കറികൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഏകദേശം 2 നുള്ളോളമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്കായിരിക്കും കേട്ടോ. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും കൂടെ നമ്മൾ ചേർത്ത് ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, അവർ നല്ല ഇഷ്ടത്തോടെ കൂടെ കഴിച്ചോളും. ഇതൊരു ഡിഫറെൻ്റ് ആണ്. പിന്നെ നിങ്ങൾ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ ആ കളർ കാണുമ്പോൾ തന്നെ വലിയ ഇഷ്ടം വരും. അപ്പോൾ ഇനി ഈ ഒരു പച്ചക്കറികളൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന നേരം കൊണ്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ഉള്ള കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ കൂട്ടം കുറയ്ക്കൊക്കെ ചെയ്യാം. ഇനി കുരുമുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളക്, വലിയവർക്കൊക്കെ ആണെങ്കിൽ പച്ചമുളക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ പച്ചക്കറികൾ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഒത്തിരി ഇങ്ങനെ ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആവുമൊന്നും വേണ്ട, ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇത് ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് മുട്ടയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ബ്രെഡിനകത്ത് എങ്ങനെയാണ് മുട്ട എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ കുറച്ചും കൂടെ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല, കാരണം നമ്മുടെ പാത്രത്തിൽ കുറച്ചൊരു ബട്ടറി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫ്രെയിം പോലത്തെ നമ്മുടെ ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുക്കിലാണ് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത്. അത് ഒരു 2-2.5 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും. നമുക്കതിങ്ങനെ ഫില്ല് ചെയ്ത് തന്നെ കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മളിത് വളരെ സൂക്ഷിച്ച് വളരെ പതുക്കെ നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ലതുപോലെ മുട്ട അടിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കണ്ടോ, ഇപ്പം ഇത് ഇങ്ങനെ പുറത്തേക്കൊക്കെ വരാനുള്ള ചാൻസ് ഇങ്ങനെ ഒഴുകി വരും. അതേസമയം നല്ലതുപോലെയൊക്കെ അടിച്ചിട്ടുള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആ സ്ക്വയറിനകത്ത് അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ഒന്ന് മൊരിയുന്നത് വരെ, ഒരു സൈഡ് നല്ലതുപോലെ മൊരിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വളരെ സൂക്ഷിച്ച് വളരെ പതുക്കെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ചീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലെ അല്പം ചീസും കൂടെ തൂവി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കഴിച്ചോളും. ശരിക്കും നമ്മളൊരു പിസ്സ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ നടുക്കുള്ള നമ്മളിത് കഴിക്കുമ്പോഴത്തേക്കും ഇതിനകത്തുനിന്ന് ചീസൊക്കെ വന്നിട്ട്. അപ്പോൾ ഇനി ആ ചീസും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്ന ആ ബ്രെഡിൻ്റെ ഉൾഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതങ്ങനെ ഇരുന്നോളും, കാരണം ആ മുട്ടയുടെ ഒരു ചെറിയ നനവ് കൊണ്ട് അതവിടെ ഇരുന്നോളും.
ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇതാ ഇനി നമുക്ക് നമ്മളിപ്പോൾ തിരിച്ചിട്ട ഭാഗം കൂടെ നല്ലതുപോലെ ഒന്ന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം, അല്ലെങ്കിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡുകളിലൊക്കെ ബട്ടർ തൂത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഞാൻ കാണിക്കാം ഇതിൻ്റെ മറുപുറം എങ്ങനെയാണ് വരണേന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ എഗ് ബ്രെഡ് ബൈറ്റ് എന്നാണ് ഇതിനെ പറയുക. ബ്രെഡ് ബൈറ്റ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ എന്നാ പറയുക ബ്രെഡിനകത്ത് മുട്ട അങ്ങനെയും നമ്മൾ പറയും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസും പിന്നെ ഈ ബ്രെഡ് മുട്ടയൊക്കെ വെച്ചിട്ട് നിമിഷ നേരം കൊണ്ട് ഒരു 2-3 മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്തായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. Until then, bye bye.